മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നതിൽ പ്രതികരണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഇഡി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബിജെപിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വി കെ സനോജ് കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇഡി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബിജെപിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇഡി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ വളരെ പക്ഷപാതപരമായി പെരുമാറുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇഡി എടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായി എടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടാണ്. അപ്പോൾ രാഷ്ട്രീയമായി ജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തിൻ്റെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് എന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിനെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായി നോട്ടീസ് മറുപടി നൽകാൻ അവസരമുണ്ട്. കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാക്കുമെന്നാണ് സൂചന. ദില്ലിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് നോട്ടീസ് നൽകിയത്. ഇഡി റിപ്പോർട്ട് അതോറിറ്റി പരിശോധിക്കും. മുഖ്യമന്ത്രി അടക്കം 4 എതിർകക്ഷികളുടെ വാദം കേൾക്കും. ഫെമ നിയമലംഘനം ഉണ്ടെന്ന് തെളിഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് പിഴ ഈടാക്കും. സമാഹരിച്ച തുകയുടെ പരമാവധി 300% വരെ പിഴ ഉത്തരവിടാൻ കഴിയും എന്നാണ് പ്രത്യേകത. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉത്തരവിട്ടാലും ഇതിനെ കിഫ്ബിക്ക് നിയമപരമായി ചോദ്യം ചെയ്യാനാവും. 3-അംഗ സമിതിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ഇഡിയുടെ ആരോപണം ശരിയാണോ എന്നാണ് സമിതി പരിശോധിക്കുക. ശരിയാണെന്ന് അതോറിറ്റി കണ്ടെത്തിയാൽ കിഫ്ബിക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. നിരവധി ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നോട്ടീസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തി അവരുടെ പാളയത്തിലേക്ക് ബിജെപി പാളയത്തിലേക്ക് എത്തിച്ച അനുഭവം കാണാൻ വേണ്ടി കഴിയും. പക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തെ അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് ബിജെപി പാളയത്തിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ ലൈൻ വിട്ട് മറ്റൊരു സമീപനം എത്തിക്കുന്നതിലേക്കോ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു തെളിവും നമുക്കിവിടെ ഇല്ല.